ശക്തമായ മഴയിൽ ഷൊർണൂർ ഭാഗത്ത് ഭാരതപ്പുഴ കരകവിഞ്ഞു. വെള്ളം കയറിയതോടെ നമ്പ്രം റോഡ് അടച്ചു. ഭാരതപ്പുഴയോരത്ത് 75ഓളം കുടുംബങ്ങളാണ് നമ്പ്രം പ്രദേശത്തുള്ളത്. ഷൊർണൂർ ശാന്തിതീരം പൊതുശ്മശാനത്തിലേക്കുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. മഴ കനത്താൽ ശ്മശാനത്തിനുള്ളിലേക്കും പ്രദേശത്തെ വീടുകളിലേക്കും വെള്ളം കയറുമെന്ന ആശങ്കയുണ്ട്. അരുൺ ആലത്തൂർ വീണ്ടും ചേരുന്നു. അരുൺ, മഴ ഒന്ന് തകർത്തു പെയ്ത് തുടങ്ങിയപ്പോഴേക്കും വലിയ പ്രതിസന്ധിയാണ് പലയിടത്തും. അവിടെ എങ്ങനെ? തീർച്ചയായും പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജില്ലയിലും ശക്തമായ മഴ പെയ്യുന്ന ഒരു സ്ഥിതി തന്നെയാണ് ഉള്ളത്. അതിൽ തന്നെ ഇപ്പോൾ ഈ ഷൊർണൂര് ഭാരതപ്പുഴ ഭാഗം കരകവിഞ്ഞ് ഒഴുകുന്ന സ്ഥിതിയാണ്. നമ്പ്രം തോട്ടിലേക്ക് ഇപ്പോൾ വെള്ളം കയറിയിരിക്കുകയാണ്. റോഡ് അടച്ചിരിക്കുകയാണ്. ഭാരതപ്പുഴയുടെ ഓരത്തെ 75ഓളം കുടുംബങ്ങളാണ് ഈ നമ്പ്രം പ്രദേശത്ത് മാത്രം താമസിക്കുന്നത്. നിലവിൽ ഈ വീടുകളിൽ വെള്ളം കയറിയിട്ടില്ല. പക്ഷേ ഇനിയും മഴ ഇങ്ങനെ ശക്തമായി പെയ്തു കഴിഞ്ഞാൽ വീടുകളിൽ വെള്ളം കയറുമോ എന്നുള്ളൊരു ആശങ്ക ഈ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ ഷൊർണൂരിലെ ശാന്തിതീരം പൊതുശ്മശാനത്തിലേക്കുള്ള വാഹന ഗതാഗതം ഇപ്പോൾ പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ചെറുതുരുത്തി പാലത്തിന് സമീപത്തു നിന്നും മൃതദേഹം സ്ട്രക്ചറിൽ വെച്ചാണ് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. മഴ കനത്താൽ ശ്മശാനത്തിലേക്കുള്ള പ്രദേശത്തെ ശ്മശാനത്തിലേക്ക് അതുപോലെ തന്നെ പ്രദേശത്തെ വീടുകളിലേക്കും എല്ലാം വെള്ളം കയറാനുള്ള സാധ്യതയും നിലവിലുണ്ട് എന്നുള്ളതാണ്. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ പ്രദേശത്ത് ഇത്തരത്തിൽ മഴ കനക്കുന്നതോടുകൂടെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊക്കെ മാറേണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ നിലനിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. നിലവിൽ ഏതായാലും മഴ ശക്തമായിട്ട് പെയ്യുന്നു. ഭാരതപ്പുഴയും കരകവിഞ്ഞ് ഒഴുകുന്നു. ഭാരതപ്പുഴ മാത്രമല്ല, ജില്ലയിലെ മറ്റ് പുഴകളും വലിയ രീതിയിൽ കരകവിഞ്ഞൊഴുകുന്ന സ്ഥിതിയുണ്ട്. ഗായത്രിപ്പുഴ കരകവിഞ്ഞ് ഒഴുകുന്നുണ്ട്. മീങ്കര ഡാമിന്റെ ഷട്ടർ തുറന്നിട്ടുണ്ട്. മലമ്പുഴ ഡാമും വലിയ രീതിയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ മഴ ഇങ്ങനെ പെയ്യുകയാണെങ്കിൽ മലമ്പുഴ ഡാമും തുറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളതാണ്. കാഞ്ഞിരപ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തിയിരിക്കുന്ന സാഹചര്യവും ജില്ലയിലുണ്ട്. പാലക്കാട് പൊതുവെ മഴ എങ്ങനെയാണ്? മഴ ഇടവിട്ടിട്ടാണെങ്കിലും കനത്ത മഴ പെയ്യുന്നു എന്നുള്ളതാണ്. അതായത് തുടർച്ചയായിട്ട് മഴ പെയ്യുന്നില്ല, ഇടയ്ക്ക് ഒരു തോരുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും പെയ്യുന്ന സമയത്ത് നല്ല ശക്തിയായിട്ട് മഴ പെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ. ശരി, ശക്തമായ മഴയിൽ ഷൊർണൂർ ഭാഗത്ത് ഭാരതപ്പുഴ കരകവിഞ്ഞു. നമ്പ്രം റോഡ് അടച്ചു. 75ഓളം കുടുംബങ്ങൾ ഈ പ്രദേശത്തുണ്ട്. ഇനിയും മഴ കനത്താൽ ശ്മശാനത്തിനുള്ളിലേക്ക് പ്രദേശത്തെ വീടുകളിലേക്കൊക്കെ കയറി ചെല്ലാൻ ബുദ്ധിമുട്ടാകും. വെള്ളം കയറും അവിടെയൊക്കെ. പാലക്കാട് പൊതുവെ ഒറ്റപ്പെട്ട മഴയുണ്ട്, പക്ഷേ ആ മഴയൊക്കെ ശക്തിയോടെയാണ് പെയ്യുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ.